ഹൈ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മുട്ടയും ഒരു ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടി യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ്, എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ഒരല്പം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങും ഒരു കോഴിമുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് ചെയ്യുന്നത്. പലഹാരം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് 4 മണിക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാം, സോസിൻ്റെ ഒപ്പമൊക്കെ മുക്കി കഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്നാക്കെന്നും പറയാം. അപ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊരു എന്താ പറയുക, ഒരു ഇഡ്ഡലി മാവിനേലും ഒരല്പം ടൈറ്റായിട്ട് നമുക്ക് തന്നെ കലക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒന്നായിട്ട് എടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു മുട്ടയും ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് നിറയെ നമുക്ക് ചായക്കടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന, വളരെ അധികം ചിലവുകളൊന്നുമില്ലാതെ ചെയ്തെടുക്കാവുന്ന ഒരു ചായക്കടിയാണ്. ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കണ്ടോ, ഒരു ഇഡ്ഡലി മാവിനേലും ഒരല്പം കൂടി ടൈറ്റായിട്ടാണ് നമ്മളിത് കലക്കിയെടുത്തിട്ടുള്ളത്. നമുക്കിതൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യൂലേ, അതേപോലെ തന്നെയാണ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് എല്ലായിടത്തും നന്നായിട്ട് ഈ ബാറ്റർ എത്തിപ്പെടും. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബാറ്റർ ഈ ഉരുളക്കിഴങ്ങിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഒരു ദോശ ഇഡ്ഡലി മാവിനേലും ഒരല്പം കൂടി ടൈറ്റായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ മാവിൽ മുക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ ഓരോന്ന് വീതം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളൊന്ന് ഫ്ലെയിമൊന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ, ഈ 2 ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയുടെ ചൂടനുസരിച്ചിട്ട് നമുക്കിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.